ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇനി മുരിങ്ങക്കായ് കട്ട് ചെയ്തിട്ട് പുട്ടും കുറ്റിയിലിട്ട് നോക്കൂ. ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ കട്ട് ചെയ്തിട്ട് മുരിങ്ങക്കായ് ഈ ഒരു പുട്ടും കുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാ ഇങ്ങനെ ഇട്ട് നോക്കിയതെന്നല്ലേ? അപ്പോൾ അത് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. ആദ്യം ഞാനിത് മുരിങ്ങക്കായ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഈ ഒരു നടുഭാഗത്തു നിന്ന് ഇങ്ങനെ കീറിക്കൊടുക്കാം. അധികം മൂപ്പുള്ള മുരിങ്ങക്കായ് എടുക്കേണ്ട, കുറച്ച് ചള്ള് മുരിങ്ങക്കായ് എടുക്കാം. മൂപ്പുള്ള മുരിങ്ങക്കായ് ആണെങ്കിൽ ഇതിൻ്റെ ആ കുരുവില്ല, അതൊന്ന് നീക്കം ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗത്തുള്ള ആ ഒരു പാടയില്ല, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ അത് ഞാനിത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നീക്കം ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതുപോലെ ചെയ്ത, പക്ഷേ ഇത് നിങ്ങൾക്ക് തൊലിയൊന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഈ ഒരു മുരിങ്ങക്കായൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു പാടയാണ് കിട്ടേണ്ടത്. അങ്ങനെ ഞാനിതാ ഈ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായയുടെ പാട മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതാണ് എന്തിനാണ് ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നല്ലേ? ഞാനിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഒരു മസാല പുട്ടാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പുട്ടുപൊടി തയ്യാറാക്കിയിട്ട് എടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആമീസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരമണിക്കൂർ മുൻപ് നേരത്തെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂർ മുൻപ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പുതുക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അരമണിക്കൂർ മുൻപ് കുഴച്ചെടുത്താൽ ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ പുട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടുന്നത് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് ഒരു തേങ്ങ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു മുറി തേങ്ങ എടുത്താൽ മതി. അതിപ്പോൾ മിക്സിയുടെ ചാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ അരഞ്ഞു പോകണ്ട, പെട്ടെന്ന് പുട്ടിന് ആവി വരാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ക്രഷ് ചെയ്തത്. ഇനി അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാകും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ അത്ര നൈസായിട്ട് കൊത്തി എരിഞ്ഞിട്ട് വേണം, ചോപ്പർ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൊത്തി എരിഞ്ഞിട്ട് വേണം ഈ ഒരു ഉള്ളി ഈ ഒരു എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ഉള്ളി ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം പുട്ടിൽ ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉപ്പ് ചേർത്തുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മസാലപ്പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് മുരിങ്ങക്കായ് ഉപയോഗിച്ചിട്ടാണ്. മുരിങ്ങക്കായിൻ്റെ ആ ഒരു പാടെടുക്കുമ്പോൾ അതിന് മുകളിൽ തൊലിയൊന്നും ഇല്ലാതെ തന്നെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു പച്ചമണക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അതുവരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. അത് രണ്ടും കൂടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മുരിങ്ങക്കായുടെ ആ ഒരു ഉൾഭാഗത്തുള്ള പാടയില്ല, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ സാധാരണ ചിക്കന്, ബീഫ്, മീൻ, ചെമ്മീനൊക്കെ കൊണ്ടാണ് ഒരു മസാലപ്പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാറ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാം. അപ്പോൾ ആ ഒരു മുരിങ്ങക്കായുടെ ആ ഒരു പച്ചമണക്കെ മാറിക്കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എരിവില്ലാത്ത മുളക് പൊടിയാണ് 1.5 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണക്ക് ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഈ ഒരു മുരിങ്ങക്കായൻ്റെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു മസാല കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച തേങ്ങയില്ല, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം.
ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലാണ് വരുന്നുള്ളത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണ്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി വരട്ടെ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു തണ്ട് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. ഇതിനെ ഒന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. ആദ്യം ഞാനിത് ഈ ഒരു മുരിങ്ങക്കായുടെ ഈ ഒരു ഫില്ലിങ്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ഞങ്ങൾ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതേ രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. മുരിങ്ങക്കായ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കൊണ്ട് എന്താക്കാൻ, കറിയാണോ ആക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. മുരിങ്ങക്കായ് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഇങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഇത്രയും ടേസ്റ്റോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. സത്യം പറയുകയാണ്, അത്രയും ടേസ്റ്റാണ്. സാധാരണ ബീഫും ചിക്കനും ഒക്കെ മസാലപ്പുട്ടോട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതിലും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മുരിങ്ങക്കായുടെ ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് തയ്യാറാക്കിയ പുട്ടാണ്. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തയ്യാറാക്കി വെച്ച പുട്ടിൻ്റെ കുറ്റി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വന്ന ഉടനെ ഇത് കീച്ചെടുക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നല്ല രീതിയിലൊരു പുട്ട് കുക്കായി കിട്ടുകയുള്ളൂ. അങ്ങനെ ആവി പറക്കുന്ന നല്ല രീതിയിലുള്ള നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങക്കായുടെ ഒരു മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇന്ന് തന്നെ ഈ ഒരു പുട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം.